പലതും പല കാരണങ്ങളുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഓവർ ട്രെയിൻ ചെയ്യുന്നതുകൊണ്ടിട്ട് വരാം. മൈൻഡ് ടു മസിൽ കണക്ഷൻ എന്ന് പറയും. അതുപോലെ ഡിസ്കിന് ബൾജ് വരാം, നട്ടലിന് തേയ്മാനം വരാം. അതൊരു ട്രയാങ്കിൾ ലൂപ്പ് എന്ന് പറയും. വർക്കൗട്ട് ജേണി, ഒരു ഫിറ്റ്നസ് ലൈഫ് എന്ന് പറയുമ്പോൾ, അല്ല ഫിറ്റ്നസ് ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 3 അതൊരു ട്രയാങ്കിൾ ലൂപ്പ് എന്ന് പറയും. അത് വേറെവിടെയും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഞാൻ പറയേണ്ടത് ഒരു ട്രയാങ്കിൾ ലൂപ്പാണ്. വർക്കൗട്ട്, ഡയറ്റ്, റിക്കവറി പീരീഡ്. ഈ 3 കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ പ്രോപ്പറായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സംഭവങ്ങൾ ഒരു ട്രാക്കിൽ പോകുന്നൊരു വ്യക്തിയാണ് ഒരു 6 മാസത്തിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾ നിർത്തില്ല എന്നുള്ളതാണ് ഫാക്റ്റ്. നമ്മളിപ്പോൾ മൊബിലിറ്റി കൊടുക്കാറുണ്ട്. മൊബിലിറ്റി കൊടുക്കുന്നത് എന്തിനാണ്? നമ്മുടെ ജോയിൻസ്, ബോഡിയിലുള്ള ഈ 360 ജോയിൻസും പ്രോപ്പറായിട്ട് വർക്കിംഗ് കണ്ടീഷനിലേക്ക് വരണം. ബോഡിയിലെ ജോയിൻസിലുള്ള ഫ്ലൂയിഡ്സിൻ്റെ വർക്കൗട്ടും പ്രോപ്പറായിട്ട് വർക്കിംഗ് കണ്ടീഷനിലാവണം. അതിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരു ലിമിറ്റഡ് മൂവ്മെൻറ്റ് വെച്ച് കൊടുക്കുക. അല്ലാതെ നമ്മൾ വന്ന ഉടനെ തന്നെ വെയിറ്റ് ട്രെയിനിങ്ങിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാവും. പല സ്ഥലങ്ങളിലും പല ആളുകളും പറയുന്നുണ്ട് കാർഡിയോ വേണ്ട, ജമ്പിങ് ജാക്സ് വേണ്ട, ഹൈ നീസ് വേണ്ട. ഹൈ ഒബീസ് ആയിട്ടുള്ള ഒരാൾക്കാണ് അത് വേണ്ടതെന്ന് പറയുന്നത്. കാര്യം ബോഡി വെയിറ്റ് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നോർമലി വരുന്നൊരു പേഴ്സൺ ഉറപ്പായിട്ടും മൊബിലിറ്റി, അതായത് ഡൈനാമിക് സ്ട്രെച്ചിങ് ചെയ്തിരിക്കണം. അത് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വെയിറ്റ് ട്രെയിനിങ്ങിലേക്ക് പോകാൻ പാടുള്ളൂ. അവർ 3 to 4 days നമ്മൾ ഇതുപോലെ ഒരു ലിമിറ്റഡ് മൂവ്മെൻറ്റ്സ് കൊടുക്കും. അതിനുശേഷം നമ്മൾ പതുക്കെ വെയിറ്റ് ട്രെയിനിങ്ങിലേക്ക് കയറും. അത് എല്ലാവരും ചെയ്യുന്ന ഒരേ വർക്കൗട്ട്സ് ആയിരിക്കില്ല. ഇവിടെ ഗൈഡൻസ് ഉണ്ട് പ്രോപ്പറായിട്ട്. സോ അവർക്ക് എന്താണോ ആവശ്യം അത് ആ ട്രെയിനറോട് സംസാരിക്കുക, ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം വർക്കൗട്ട് സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് കയറി വന്നു കഴിഞ്ഞിട്ട് നമ്മളവിടെ നിൽക്കണോ വേണ്ടോ നമ്മുടെ മൈൻഡ് നമ്മളോട് പറയുന്നത് അത് എനിക്ക് എത്രത്തോളം കംഫർട്ടാണെന്ന് അറിയുമ്പോഴാണ്. ഇപ്പോൾ ഞാൻ കയറി വരുന്ന സ്ഥലത്ത് ഭയങ്കര ഓവർ റഷ് ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ തോന്നില്ല. അതിൽ ചില ആൾക്കാർക്ക് ആരും ഇല്ലാത്തൊരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. മൈൻഡ് ടു മസിൽ കണക്ഷൻ എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഓരോ മസിൽസും നമുക്ക് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നമ്മൾ ഈ മെഷീനിൽ നമ്മൾ ചെസ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ട്രൈസെപ്സ് കൊണ്ടോ അല്ലെങ്കിൽ ഷോൾഡർ മസിൽസ് കൊണ്ടോ അല്ലെങ്കിൽ ആംസ് ടോട്ടലി യൂസ് ചെയ്യണോ നമുക്ക് പുഷ് ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല. അത് ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ മസിൽ ആക്ടിവേഷൻ നടക്കണം. അത് ഒരു മൈൻഡ് ടു മസിൽ കണക്ഷനാണ്. അത് നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ വർക്കൗട്ട് ആ റൂട്ടീൻ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകണം. എന്നാൽ മാത്രം നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു എബിലിറ്റിയാണ് അത്. ശരിക്കും അതൊരു നോളേജാണ്. അത് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്ക് നേടിയെടുക്കാനും പറ്റുള്ളൂ. ആദ്യത്തെ 1-2 ദിവസം വന്നാൽ ഒരാഴ്ച 1 മാസം കൊണ്ട് ചിലപ്പോൾ അത് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ചില ആളുകൾ പറയുന്നത് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല. അതൊക്കെ പറയാനുള്ള റീസൺ അവർക്ക് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ടിട്ടാണ്. അത് കൈ ഏത് ആംഗിളിൽ വെക്കണം, ഏത് രീതിയിൽ ഗ്രിപ്പ് ചെയ്യണം, ബ്രീത്തിങ് എങ്ങനെ കൺട്രോൾ ചെയ്യണം, ഇതെല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതാണ് മൈൻഡ് ടു മസിൽ കണക്ഷൻ എന്ന് പറയുക. ആ കണക്ഷൻ ഇൻ ബോഡി ചെക്കപ്പ് ഉണ്ട്. അതിനകത്താണ് നമ്മുടെ ഫാറ്റ് പെർസെൻറ്റേജ് എത്രയുണ്ട്, ബോഡി വെയിറ്റ് എത്രയുണ്ട്, വാട്ടർ കണ്ടൻറ്റ് എത്രയുണ്ട്, നമുക്ക് ഒബിസിറ്റി ലെവൽ എത്രയാണുള്ളത്, നമുക്ക് എന്താണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത്, നമ്മുടെ ഗോളുമായിട്ട് നമ്മളൊന്ന് അതിന് ഡിഫറൻസ് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ബോഡി ചെക്കപ്പാണ്. അതിനുശേഷം നേരെ FMS ടെസ്റ്റ് ഉണ്ട്, ഫങ്ഷണൽ മൊബിലിറ്റി സ്ക്രീനിങ്. അത് വെച്ചിട്ടാണ് നമ്മൾ ആളുടെ മൂവ്മെൻറ്റ് എത്രത്തോളം പോസിബിൾ ആണ്, റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ബോഡിയിൽ സ്റ്റിഫ്നെസ് ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ FMS ടെസ്റ്റിലൂടെയാണ്. ഫങ്ഷണൽ മൊബിലിറ്റി സ്ക്രീനിങ് എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ഒരു 1 hour എടുക്കും, ഇൻക്ലൂഡിങ് കാർഡിയോ വർക്കൗട്ട്സിൻ്റെ ടെസ്റ്റ് ഉണ്ട്. അത് കൂപ്പർ ടെസ്റ്റ് എന്ന് പറയും, ട്രെഡ്മിൽ ടെസ്റ്റ് കാര്യങ്ങളുണ്ടാവും. അത് ബ്രീത്തിങ് കപ്പാസിറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്യുന്നത്. കാര്യം അവരുടെ ലൈഫ് സ്റ്റൈല്, ഫുഡ് ഹാബിറ്റ്സ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഈ 2 റിസൾട്ട് കിട്ടിയാലോ, ഡയറ്റീഷ്യൻ വീണ്ടും പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ബ്ലഡ് ടെസ്റ്റാണ്. അത് ഡയറ്റീഷ്യൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൻ്റെ റിസൾട്ടോട് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മളൊരു വർക്കൗട്ട് പ്ലാൻ ചെയ്യുള്ളൂ. എന്തുകൊണ്ടാണ് ഫിറ്റ്നസ് എഡ്യൂക്കേഷൻ ഇല്ലാത്തത്, അതിനെക്കുറിച്ച് അറിയുന്നത് ചോദിക്കാത്തത്? കാരണം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടേ, അവരതും അറിയണ്ടേ. എന്താണ് നമ്മുടെ മസിൽസിൻ്റെ പേരെന്താണ്, അതെന്തിനാണ് നമ്മളൊരു മസിൽസിന് ട്രെയിൻ ചെയ്യുമ്പോൾ ആ മസിൽസ് വലുതാക്കുക, സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതിലുപരി ആ മസിൽ എന്തിന് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണം, ആ മസിൽ കൊണ്ട് നമുക്ക് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഡെയിലി റെഗുലർ ലൈഫിൽ എന്താണ് നമുക്ക് യൂസ് എന്ന് അറിയണ്ടേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കും. അതായത് ഇപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക, ഞാൻ ഒരു 3 to 6 months വർക്കൗട്ട് ചെയ്തു, നല്ല രീതിക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ആയതിന് മസിൽസൊക്കെ ഒന്ന് ഡെവലപ്പ് ആയാലും ഫ്രെയിമിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഞാൻ വീണ്ടും ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പഴയ സിറ്റുവേഷനിലേക്ക് തിരിച്ചു പോകും, ബോഡി പഴയ രീതിയിലേക്ക് ബാക്ക് ഡൗൺ ആവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് മസിൽ മെമ്മറി നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുകയും ചെയ്യും, അത് നഷ്ടപ്പെട്ടു പോകുന്നില്ല. അപ്പോൾ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബിഗിനർ ലെവലിൽ എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ മെഷീൻ കാർഡിയോസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പൊതുവെ എല്ലാവരും പറയാറുണ്ട്, ഒരു മെത്ത് പോലെ എല്ലാവരും പറയുന്നുണ്ട്, കാർഡിയോയുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ ജമ്പിങ് ജാക്സ് ഹൈനീസിൻ്റെ ആവശ്യമില്ല. അത് ഹൈ ഒബീസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യില്ല. അവരുടെ ബോഡി വെയിറ്റ് അവരുടെ നീസിന് താങ്ങാൻ പറ്റില്ല, മുട്ടുകാലിന് ഇഞ്ചുറി ഉണ്ടാവും, നീ ഇഞ്ചുറി ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കുമ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യും. അവരെ കൊണ്ട് അവരുടെ ബോഡി വെയിറ്റില്ല, അതെല്ലാം ഡിപ്പെൻസ് ആണ്.
ഓരോ എന്താ പറയുക വ്യക്തികൾക്കനുസരിച്ച് അതെല്ലാം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ എനിക്ക് എന്തൊക്കെ മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള FMS ടെസ്റ്റിൽ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഞാൻ കഴിക്കേണ്ട ഫുഡ് ഡയറ്റീഷ്യൻ തന്നിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഇൻബോഡി ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഫാറ്റ് പെർസെൻറ്റേജും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു വർക്കൗട്ട് ഷെഡ്യൂൾ ചെയ്യും. എന്നിട്ട് അവർ ഫസ്റ്റ് മൊബിലിറ്റി, അതിനുശേഷം മിഷൻ കാർഡിയോ, അതിനുശേഷം ഗ്രൗണ്ട് എക്സസൈസ്, ദെൻ നമ്മൾ വെയിറ്റ് ട്രെയിനിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് പോകണം. ഒരു ലോങ് പീരീഡിൽ നമ്മൾ ബ്രേക്ക് എടുത്താൽ ഫസ്റ്റ് ഡേ നമുക്ക് കൊടുക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇൻബോഡിയും ഡയറ്റീഷ്യൻ്റെ കൺസൾട്ടേഷനും പിന്നെ FMSും കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നീ ഇഞ്ചുറി കാര്യങ്ങളൊന്നുമില്ല, ആൾ പ്രോപ്പറായിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മൾ ട്രെഡ്മില്ലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. കാരണം നീസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളാണ് നമ്മൾ ട്രെഡ്മിൽ അധികം പ്രൊവൈഡ് ചെയ്യാറില്ല. കാര്യം ഒരു ജെർക്കിങ് ഫീൽ ചെയ്യും. ബോഡി വെയിറ്റുള്ള ആളാണെങ്കിൽ പ്രത്യേകിച്ച് അത് ഇഞ്ചുറിയിലേക്ക് പോകാൻ ചാൻസസ് ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അവരുടെ ബോഡി ലെവലും കാര്യങ്ങളും നോക്കിയിട്ട് പെർഫെക്റ്റ്ലി ഓക്കെ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 3 ടൈപ്പ് ഓഫ് മിഷൻ കാർഡിയോ കൊടുക്കും. അതിൻ്റെ കൂടെ ഗ്രൗണ്ട് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും. അത് ലോ ഇൻറ്റൻസിറ്റി ആയിരിക്കും, ഹൈ ഇൻറ്റൻസിറ്റിയിലേക്ക് പോവില്ല. ഒരു 3 to 4 days അങ്ങനെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അതിനുശേഷം വെയിറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഒരു നോൺ വെജ് കഴിക്കുന്ന ഒരാൾക്കാണെങ്കിൽ പ്രോട്ടീൻ സോഴ്സസ് ഒരുപാടാണ്, ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ ചിക്കൻ അലർജി ഉണ്ടെങ്കിൽ എനിക്ക് എഗ്ഗ് എടുക്കാം, അല്ലെങ്കിൽ മീറ്റ് എടുക്കാം. അങ്ങനെ ഓപ്ഷൻസ് അധികം ഉണ്ടാവും. വെജിറ്റേറിയൻസിനാകുമ്പോഴേക്കും ഓപ്ഷൻസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അവർ നിലവിൽ കഴിച്ചിരിക്കുന്ന ഫുഡിൻ്റെ ഡീറ്റെയിൽസ് എടുക്കും. നമുക്കത് പ്രോപ്പറായിട്ട് അവർക്ക് ഡിസ്കസ് ചെയ്ത് ഒരു ഡയറ്റ് കൺസൾട്ടേഷൻ കൊടുക്കാനായിട്ട് ഒരു സർട്ടിഫൈഡ് ഡയറ്റീഷ്യൻ നമുക്കുണ്ട്. ആളെ നമ്മൾ മീറ്റപ്പ് ചെയ്യിപ്പിക്കും. ഒരു പലതും പല കാരണങ്ങളുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഓവർ ട്രെയിൻ ചെയ്യുന്നതുകൊണ്ടിട്ട് വരാം. ഇപ്പോൾ എൻ്റെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്നതിലധികം വർക്കൗട്ട്സ് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ബോഡി റിയാക്ട് ചെയ്യും. ചിലപ്പോൾ കുഴഞ്ഞു വീഴാം. ചിലപ്പോൾ അത് എനിക്ക് കാർഡിയോ സ്ട്രെങ്ത് കുറവാണെങ്കിൽ, ഞാൻ കാർഡിയോ വർക്കൗട്ട്സ് ഒന്നും ചെയ്യാറില്ല, കാർഡിയോ സ്ട്രെങ്ത് മൊത്തം കുറവാണ്, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും, പക്ഷേ കാർഡിയോ സ്ട്രെങ്ത് കുറവാണെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ പാനിക് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ കാർഡിയോസ്കൽ സിസ്റ്റം ഭയങ്കരമായിട്ട് ഡൗൺ ആകുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് റേറ്റ് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട്, സോ നമ്മൾ തലകറങ്ങി വീഴാനുള്ള ചാൻസ് ഉണ്ട്, മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്താലും നമ്മൾ പ്രോപ്പർ ഗൈഡൻസ് കിട്ടി ട്രെയിനിങ് എടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. തിരിച്ച് നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുള്ളൊരു പ്രൊസീജിയർ ഉണ്ട്, പ്രോപ്പറായിട്ട് ഡയറ്റ്. അതായത് നമ്മുടെ ബോഡിക്ക് റിക്കവറി ചെയ്യാൻ ആവശ്യമുള്ള എലമെൻറ്റ്സ് ആണ് ഡയറ്റ് ഫുഡ് എന്ന് പറയുന്നത്. അത് പ്രോപ്പറായിട്ട് ഇൻടേക്ക് ചെയ്യുക, പ്രോപ്പറായിട്ട് റിക്കവർ ആവാനുള്ള ടൈം നമ്മുടെ ബോഡിക്ക് നമ്മൾ കൊടുക്കുക. ഇതില്ലെങ്കിലും ഈ പറഞ്ഞുള്ള അപകടങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് ഹൈ ആണ്. ഡ്യൂറിങ് വർക്കൗട്ട്സിൽ വരുന്ന കോമൺ ഇഞ്ചുറീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലി എല്ലായിടത്തും കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ടെന്നീസ് എൽബോ, ഗോൾഫ് എൽബോ, റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി, പിന്നെ അതുപോലെ നീസിൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ, പിന്നെ ലോവർ ബാക്ക് പെയിൻ. ഇതൊക്കെ ഫേസ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. കാര്യം നമുക്ക് എടുക്കാൻ പറ്റുന്നതിൽ കൂടുതൽ ഭാരം എടുത്ത് ഉയർത്തുമ്പോൾ വരുന്ന ഇഞ്ചുറീസാണ് അധികം. കാരണം ഇപ്പോൾ ഞാനൊരു ഒബ്ജക്റ്റ് താഴ്ത്തുനിന്ന് എടുക്കുമ്പോൾ എൻ്റെ ലോവർ ബാക്കിലേക്ക് ആ സ്ട്രെയിൻ പോകും. പക്ഷേ അത് ആ സ്ട്രെയിൻ ബാലൻസ് ചെയ്യുന്നത് മസിൽസാണ്. ആ മസിൽ വീക്കാവുമ്പോൾ നേരെ ആ സ്ട്രെയിൻ കംപ്ലീറ്റ്ലി ബോണിലേക്ക് എഫക്റ്റ് ചെയ്യും. സോ ഡിസ്കിന് ബൾജ് വരാം, നട്ടലിന് തേയ്മാനം വരാം. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ലോവർ ബാക്ക് പെയിൻ വരും. നമ്മളിപ്പോൾ ചെസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷോൾഡർ പ്രസ് ചെയ്യുമ്പോൾ പ്രോപ്പർ ഫോം അല്ല, അല്ലെന്നുണ്ടെങ്കിൽ ബ്രീത്തിങ് പക്കയല്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, അത് നേരെ ആ മസിൽസ് വീക്കാണെങ്കിൽ നേരെ ബോണിലേക്ക് എഫക്റ്റ് ചെയ്യും. സോ അവിടെ ഇഞ്ചുറി വരും. പിന്നെ നമ്മൾ ഓരോ വർക്കൗട്ടിന് മുമ്പും പ്രോപ്പറായിട്ട് അതിൻ്റേതായ വാമപ്പുകളുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ അവിടുത്തെ ജോയിൻസിൻ്റെ ആ ഫ്ലൂയിഡിൻ്റെ പ്രവർത്തനം പക്കയായിരിക്കില്ല. അപ്പോഴും നേരെ എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് ആ ജോയിൻസിലേക്കായിരിക്കും. സോ അവിടെയും പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. പെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റീപ്ലേസ്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷനിലേക്കോ പോകേണ്ട ഒരു ആവശ്യങ്ങളോട് വരും. അപ്പോൾ അതും ഇഞ്ചുറിയിലേക്ക് പോകാനുള്ള ചാൻസ് കൈയാണ്. സോ പ്രോപ്പറായിട്ട് വാമപ്പ് ചെയ്യുക, കറക്റ്റായിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക, പ്രോപ്പർ ഫോം മെയിൻറ്റെയിൻ ചെയ്യുക.